അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് നരേന്ദ്രമോദിയുടെ പരിപാടിയാക്കി മാറ്റിയെന്ന് രാഹുൽ ഗാന്ധി. ബി.ജെ.പി. RSS രാഷ്ട്രീയ പരിപാടിയായതിനാലാണ് ചടങ്ങ് കോൺഗ്രസ് ബഹിഷ്കരിച്ചത്. ബി.ജെ.പിയുടെ രാഷ്ട്രീയ പരിപാടിയിൽ എന്തിനു പോകണമെന്നും രാഹുൽ ചോദിച്ചു. സങ്കടകരവും ലജ്ജാകരവുമെന്നും രാഹുൽ വിമർശിച്ചു. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കാത്തതിൽ വിശദീകരണവുമായി രാഹുൽ ഗാന്ധി. പ്രതിഷ്ഠാ ചടങ്ങ് മോദി പരിപാടിയാണ്. RSSും BJPയും ചേർന്ന് പ്രതിഷ്ഠാ ചടങ്ങിനെ രാഷ്ട്രീയ പരിപാടിയാക്കി. ഒരു കോൺഗ്രസ് നേതാവിനെയും അയോധ്യയിൽ പോകുന്നതിൽ നിന്ന് തടഞ്ഞിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. So it is difficult for us to go to a political function which is designed around the Prime Minister of India and designed around the RSS. We made it clear that whoever would like to visit the Ram temple among our partners, among our party is more than welcome to do it. മണിപ്പൂർ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി ഇന്നും വിമർശനം ആവർത്തിച്ചു. We decided to start in Manipur because of the tragedy that has taken place there, the loss of life, loss of property, violence, and of course the fact that the Prime Minister has not even cared to visit the state, which I think is a sad and shameful affair. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ 3-ാം ദിവസത്തെ പര്യടനം പൂർത്തിയായി. കൊഹിമയിലെ വിശ്വമിൽ നിന്നാണ് യാത്ര നാഗാലാൻഡിലെ പര്യടനം ആരംഭിച്ചത്. നാളെയും യാത്ര നാഗാലാൻഡിൽ പര്യടനം നടത്തും. 5 ജില്ലകളിൽ കൂടിയാണ് യാത്ര കടന്നു പോകുന്നത്. റിപ്പോർട്ടർ, ദില്ലി.